ഇന്നത്തെ നമ്മുടെ കഥയാണ് സ്വപ്നങ്ങൾ. ഓലപ്പഴുതിലൂടെ അകത്തേക്ക് എത്തി നോക്കുന്ന സൂര്യകിരണങ്ങൾ. ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയുടെ ശരീരത്തിൽ വലുതും ചെറുതുമായ വൃത്തങ്ങൾ സൃഷ്ടിക്കുന്നത് നോക്കി കുട്ടിയിരുന്നു. ഇപ്പോൾ അമ്മ പൗലോസ് മുതലാളിയുടെ വീട്ടിൽ എത്തിയിരിക്കും. വൈകുന്നേരമാവും വരാൻ. അതുവരെ താനും അനിയത്തിയും നോക്കിയിരിക്കണം. ഒറ്റയ്ക്ക്. കുട്ടി ഓർത്തു, രാത്രി വളരെ വൈകണം അച്ഛനെത്താൻ. വന്നാൽ പിന്നെ ബഹളമാണ്. മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാകും. വായിൽ നിന്ന് ചീത്ത വാക്കുകളല്ലാതെ ഒന്നും പുറത്തേക്ക് വരില്ല. പോരാത്തതിന് അമ്മയ്ക്ക് പൊതിരെ തല്ലും. നിറകണ്ണുകളോടെ തങ്ങളെ നോക്കി നിസ്സഹായിയായി നിൽക്കുന്ന അമ്മയുടെ രൂപം കുട്ടിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എൻ്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും പഠിപ്പിക്കും. മോൻ പഠിച്ചു വലിയ ആളായിട്ട് വേണം അമ്മയ്ക്കൊന്ന് ആശ്വസിക്കാൻ, അമ്മ എപ്പോഴും പറയും. എന്നിട്ട് തന്നോടൊരു ചോദ്യമാണ്, മോൻ നന്നായി പഠിക്കില്ലേ? അമ്മേ. അവനത് പറയുമ്പോൾ അമ്മ അവനെ വാരിപ്പുണർന്ന് നെറുകയിൽ ഉമ്മ വയ്ക്കും. അടുത്ത വീട്ടിലെ മാഷുടെ നിർബന്ധപ്രകാരമാണ് അമ്മ അവനെ സ്കൂളിൽ ചേർത്തത്. മാളു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവനെ പഠിപ്പിക്കാൻ നിങ്ങളൊരു ചില്ലി കാശും ചിലവാക്കേണ്ട. അവന് സ്കൂളിൽ നിന്ന് സ്റ്റൈപ്പൻഡ് കിട്ടും. സ്റ്റൈപ്പൻഡ് എന്താണെന്ന് കുട്ടിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനായി സർക്കാരിൽ നിന്ന് തരുന്ന പണമാണത് ഇന്നവനറിഞ്ഞു. കീറിത്തുനിയ നിക്കറുമിട്ട് മഴ നനഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് എന്നാണ് നിക്കറും നല്ലൊരു കുടയും വാങ്ങിക്കുന്നത്? അവൻ്റെ നെറുകയിൽ തടവിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഇപ്രാവശ്യത്തെ സ്കൂളിലെ കാശ് കിട്ടട്ടെ മോനെ, അമ്മ വാങ്ങിത്തരാം. പുതിയ നിക്കറും പുത്തൻ കുടയുമായി സ്കൂളിൽ പോകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് അവൻ സ്കൂളിലേക്ക് നടന്നു. ഒരു ദിവസം പണസഞ്ചിയുമായി ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ അവൻ്റെ മനസ്സിൽ സന്തോഷം പെരുമ്പറ കൊട്ടുകയായിരുന്നു. ഓരോരുത്തരുടെയും പേര് വിളിച്ചു പണം കൊടുക്കുമ്പോൾ തൻ്റെ ഊഴത്തിനായി കുട്ടി ഉത്കണ്ഠയോടെ കാത്തിരുന്നു. അവസാനം ടീച്ചർ പുസ്തകമടച്ച് എഴുന്നേറ്റപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ, എൻ്റെ പേര്? കുട്ടി ഏങ്ങലോട് ചോദിച്ചു. ഓ, കുട്ടിയുടെ പണം അച്ഛൻ ഇന്നലെ തന്നെ വാങ്ങിക്കൊണ്ടുപോയല്ലോ. ടീച്ചർ അത് പറഞ്ഞപ്പോൾ ലോകം കീഴ്മേൽ മറിയുന്നതായി കുട്ടിക്ക് തോന്നി. തൻ്റെ സങ്കല്പങ്ങളുടെ മണിസൗധം ക്രൂരമായി തള്ളി താഴെയിട്ട അച്ഛനെ മനസ്സാ അവൻ ശപിച്ചു. നിറകണ്ണുകളോടെ എല്ലാം അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവൻ അല്പം ആശ്വാസം തോന്നി. തൻ്റെ ക്ലാസ്സിലെ പാപ്പുവിനും ജയനുമെല്ലാം നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും ലഭിക്കുമ്പോൾ താൻ മാത്രം കീറിയ നിക്കറുമിട്ട് കഞ്ഞിവെള്ളവും കുടിച്ച് സ്കൂളിൽ പോകേണ്ടി വരുന്നതിൽ കുട്ടിക്ക് സങ്കടം തോന്നി. എല്ലാ ദിവസവും സ്കൂളിൽ പോകുവാനെങ്കിലും എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്നവനോർത്തു. അമ്മയ്ക്ക് വല്ലയിടത്തും ജോലിയുണ്ടെങ്കിൽ അന്ന് അനിയത്തിയെ നോക്കാൻ വീട്ടിൽ നിൽക്കണം. ഇന്നും സ്കൂളിൽ പോകാനൊത്തില്ല. ബാബുവും ജയനുമെല്ലാം തന്നേക്കാൾ മുന്നിലെത്തിക്കാണും. കുട്ടിക്ക് നിരാശ തോന്നി. പെട്ടെന്ന് ടീച്ചർ തലേന്ന് ക്ലാസ്സിൽ കാണിച്ച ചിത്രം കുട്ടിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സ്കൂളിൽ പോകുവാനും പുസ്തകം വായിക്കാനും പണമില്ലാതെ മറ്റുള്ളവർക്ക് കൂലിവേല ചെയ്ത് പുസ്തകം വാങ്ങി പഠിച്ച് വലിയവനായ എബ്രാഹാം ലിങ്കൻ്റെ ചിത്രം. ഏതായാലും എബ്രാഹാം ലിങ്കൻ്റേതിനേക്കാൾ ഭേദമാണ് തൻ്റെ സ്ഥിതിയെന്ന് കുട്ടിക്ക് തോന്നി. തനിക്കേതായാലും വല്ലപ്പോഴുമെങ്കിലും സ്കൂളിൽ പോകാമല്ലോ. പുസ്തകം എത്ര വേണമെങ്കിലും മാഷ് തരികയും ചെയ്യും. വീട്ടിലിരുന്ന് പഠിച്ചായാലും ഞാൻ വലിയവനാകും, കുട്ടി സ്വയം പറഞ്ഞു. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. ചെറ്റക്കുടിലിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് കയറിപ്പോയ പരിശ്രമശാലിയായ ലിങ്കൻ്റെ താടി വളർത്തിയ മുഖം തൻ്റെ തീരുമാനത്തിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി കുട്ടിക്ക് തോന്നി.